നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ് ഇംഗ്ലീഷിലെ ദ സാഗ ഓഫ് ദ ടിഫിൻ കാരിയേഴ്സ് എന്ന പാഠഭാഗത്തെ പറ്റിയാണ്. ഹ്യൂ ആൻഡ് കൊളൻ ഗാൻസർ എന്ന ഇന്ത്യൻ ദമ്പതിമാരാണ് ഈ ഒരു ലേഖനം എഴുതിയിട്ടുള്ളത്. വിപുലമായ യാത്രകൾ നടത്തുകയും ആ യാത്രകളിൽ അവർ കണ്ട ചിത്രങ്ങളും കാഴ്ചകളും വിവിധ ലേഖനങ്ങളായി ഇന്ത്യയിലെ പ്രസിദ്ധീകരണങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ ദമ്പതിമാരാണ് ഹ്യൂവും അതുപോലെ കൊളൻ ഗാൻസറും. അവർ നടത്തിയ യാത്രകളിലെ വേറിട്ട ഒരു യാത്രയാണ് നമുക്ക് പഠിക്കാനുള്ള ദ സാഗ ഓഫ് ദ ടിഫിൻ കാരിയേഴ്സ് എന്ന പാഠഭാഗം. മുംബൈ തെരുവോരങ്ങളിൽ കാണപ്പെടുന്ന ടിഫിൻ കാരിയേഴ്സ് എന്ന ഒരു കൂട്ടം ആളുകളുടെ ജീവിതകഥ പറഞ്ഞു വയ്ക്കുന്ന ദ സാഗ ഓഫ് ദ ടിഫിൻ കാരിയേഴ്സ് നമുക്ക് വേറിട്ടൊരു അനുഭവം തന്നെയാണ്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. അപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ദ സാഗ എന്ന് വെച്ചാൽ വിജയഗാഥ അല്ലേ. എങ്ങനെയാണ് അവർ വിജയം രചിച്ചത്? മുംബൈ തെരുവിൽ നിന്നാണ് പറയുന്നത്. ദ സാഗ ഓഫ് ദ ടിഫിൻ കാരിയേഴ്സ് എന്നാണ്. ടിഫിൻ കാരിയേഴ്സ് എന്ന് വെച്ചാൽ ഭക്ഷണങ്ങൾ കൊണ്ടുവരുന്ന ആളുകളാണ് ടിഫിൻ കാരിയേഴ്സ്. അത് നമ്മുടെ വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നോ ജോലി എടുക്കുന്ന സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ഓഫീസിലേക്കോ ഭക്ഷണങ്ങൾ എത്തിച്ചേരുന്ന ആളുകളാണ് ടിഫിൻ കാരിയേഴ്സ്. അപ്പോൾ അവരെ ഹിന്ദിയിൽ അറിയപ്പെടുന്ന പേരാണ് ഡബ്ബാവാലാസ് എന്നല്ലേ. അപ്പോൾ ഈ ഒരു ഡബ്ബാവാലാസിൻ്റെ അല്ലെങ്കിൽ ഈ ടിഫിൻ കാരിയേഴ്സിൻ്റെ ജീവിതകഥയാണ് പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ദേ ആർ യുണീക്ക് ടു മുംബൈ. അവർ മുംബൈ നഗരത്തിന് അതുല്യമായിരുന്നു. നോ അതർ സിറ്റി ഇൻ ദ വേൾഡ് ഹാസ് ദം. മറ്റൊരു ലോകത്തിലെ ഒരു പട്ടണത്തിലും നമുക്ക് അവരെ കാണാൻ കഴിയില്ല. കാരണം ഇവരെ കാണാൻ പറ്റുന്നത് മുംബൈ നഗരത്തിൽ മാത്രമാണ്. ബിക്കോസ് നോ അതർ സിറ്റി ഹാസ് ദ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ബൂമിങ്. ഇത്ര കണ്ട് ബൂമിങ് എന്ന് വെച്ചാൽ വളർച്ചയുള്ള ഒരു സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള വേറൊരു പട്ടണവും നമുക്ക് കാണാൻ കഴിയില്ല. ബസ്ലിംഗ്, അതിൻ്റെ തിരക്ക്. ബിഗ് ആപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ബിഗ് ആപ്പിളായിട്ട് കരുതപ്പെടുന്നത് മുംബൈ നഗരത്തിനെയാണ്. വാണിജ്യപരമായിട്ടുള്ള വളർച്ചയും അതുപോലെ തന്നെ ഹോളിവുഡ് പോലെയുള്ള ഗ്ലാമറും അടങ്ങുന്ന മുംബൈ നഗരത്തിനെ ബിഗ് ആപ്പിൾ എന്നാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ബിഗ് ആപ്പിൾ എന്ന് പറയുന്നത് സാധാരണ ന്യൂയോർക്ക് എന്ന് പറയുന്ന നഗരത്തിനെ പറ്റിയാണ്. അപ്പോൾ ആ ന്യൂയോർക്ക് നഗരത്തിൻ്റെ എല്ലാ സാമ്യതകളും മുംബൈ നഗരത്തിനുണ്ട്. അതുകൊണ്ടാണ് മുംബൈ നഗരത്തിനെ ബിഗ് ആപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മുംബൈ നഗരത്തിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഡബ്ബാവാലകളെ അല്ലെങ്കിൽ ടിഫിൻ കാരിയേഴ്സിനെ കാണാൻ പറ്റൂ എന്ന് പറയണം. അവർ മുംബൈ നഗരത്തിന് യുണീക്കാണ്, അതുല്യമാണ്. മറ്റെവിടെയും നമുക്ക് അവരെ കാണാൻ കഴിയില്ല. ഫോർ വൺ തിങ്, ഒരു കാര്യം എന്താ വെച്ചാൽ സ്കൈ റോക്കറ്റിംഗ് ലാൻഡ് പ്രൈസസ്, അതായത് കുതിച്ചുയരുന്ന ഭൂമിയുടെ വിലയാണ്. മേക്ക് ഇറ്റ് വെർച്വലി ഇമ്പോസിബിൾ ഫോർ ദ ആവറേജ് എംപ്ലോയി ടു ലിവ് നിയർ ദെയർ പ്ലേസ് ഓഫ് വർക്ക് എനിവർ ഇൻ മുംബൈ. അതായത് ഈ കുതിച്ചുയരുന്ന ഈ ഒരു ലാൻഡ് പ്രൈസസ് വെർച്വലി എന്ന് വെച്ചാൽ തൽഫലമായിട്ട് ഇമ്പോസിബിൾ, അസാധ്യമാക്കി മാറ്റി. എന്ത്? ഫോർ ദ ആവറേജ് എംപ്ലോയി, സാധാരണക്കാരനായാലും ഒരു ഇടത്തരംകാരനായിട്ടുള്ള ഒരു ജോലിക്കാരന് ടു ലിവ് നിയർ ദെയർ പ്ലേസ് ഓഫ് വർക്ക്, അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് താമസിക്കുക എന്ന് പറയുന്നത്. എവിടെ? എനിവേർ ഇൻ മുംബൈ, മുംബൈയിൽ എവിടെയും അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് താമസിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ അസാധ്യമെന്ന് പറയാൻ പറ്റുമെന്നാണ് പറയുന്നത്. കാരണം അത്രയും വിലയുള്ള സ്ഥലങ്ങളാണ്, സ്കൈ റോക്കറ്റിംഗ് പോലെ കുതിച്ചു വരുന്ന സ്ഥലങ്ങളാണ് മുംബൈയിലുള്ളത്. അതുകൊണ്ട് തന്നെ ജോലി സ്ഥലത്തു നിന്ന് ഒരുപാട് അകലെയായിരിക്കും അവരുടെ വീടെന്ന് പറയുന്നത്. മോർ ഓവർ, കൂടാതെ മുംബൈ ഈസ് എ ഗ്രേറ്റ് മാഗ്നറ്റ്. മാത്രമല്ല മുംബൈ നഗരം എന്ന് പറയുന്നത് എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു കാന്തമായിട്ടാണ് ഇവിടെ കരുതുന്നത്. കാരണം എല്ലാവരും ഇഷ്ടപ്പെടുന്ന നഗരമാണ് മുംബൈ എന്ന് പറയുന്നത്. അതൊരു മാഗ്നറ്റാണ്, കാന്തമാണ്. ഇറ്റ് ഡ്രോസ്, അതിന് ആകർഷിക്കാൻ കഴിയും, വശീകരിക്കാൻ കഴിയും. പീപ്പിൾ ഫ്രം ആൾ ഓവർ ഇന്ത്യ, ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളെയും മുംബൈ നഗരം ആകർഷിക്കുന്നുണ്ട്. ഈച്ച് വിത്ത് ദെയർ ഓൺ ഡയറ്ററി, അതായത് ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള ഡയറ്ററികൾ, അവരുടേതായിട്ടുള്ള ഭക്ഷണ രീതികൾ ഉണ്ടായിരിക്കും. ഫോയിബിൾസ് എന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും താല്പര്യങ്ങൾ, അവരുടെ ഹാബിറ്റ്സ്, അവർക്ക് താല്പര്യമുള്ള ഫുഡുകൾ ഉണ്ടായിരിക്കും. ടബു എന്ന് വെച്ചാൽ അവർക്ക് താല്പര്യമില്ലാത്ത, അതായത് അവർ ഒഴിവാക്കേണ്ടതായിട്ടുള്ള, വർജിക്കേണ്ടതായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും ഭക്ഷണ രീതികൾ വ്യത്യസ്തമാണെന്നാണ് പറയുന്നത്. ബിസൈഡ്സ്, ആസ് ദ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻ മുംബൈ soared, it became increasingly difficult to get one's meal from downtown eateries. ബിസൈഡ്സ്, കൂടാതെ ആസ് ദ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻ മുംബൈ soared, മുംബൈയിൽ ജീവിക്കുന്ന ജീവിത ചെലവെന്ന് പറയുന്നത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, സോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ബിക്കെയിം ഇൻക്രീസിംഗ്ലി, അതുകൊണ്ട് തന്നെ വളരെ കൂടാൻ തുടങ്ങി. എന്ത്? ഡിഫിക്കൽട്ട്, വളരെ ബുദ്ധിമുട്ട് കൂടാൻ തുടങ്ങി. ടു ഗെറ്റ് വൺസ് മീൽ ഫ്രം ഡൗൺ ടൗൺ ഈറ്ററീസ്, അപ്പോൾ തൻ്റെ നഗരത്തിൻ്റെ തൊട്ടടുത്ത് നിന്ന് ഒരു ഭക്ഷണശാലയിൽ നിന്ന്, ഈറ്ററീസ് എന്ന് വെച്ചാൽ ഭക്ഷണശാലയിൽ നിന്ന് തനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് മാറി. And since we Indians have not yet taken to sandwiches, salads and cold cuts or even cold food in general,
അതായത് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും ഈ പറയുന്ന സാൻഡ്വിച്ചോ അല്ലെങ്കിൽ സലാഡുകളോ അല്ലെങ്കിൽ കോൾഡ് കട്ട്സ് എന്ന് വെച്ചാൽ പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റാണ് അല്ലേ, അത്തരത്തിലുള്ള മാംസാഹാരങ്ങളോ അല്ലെങ്കിൽ ഈവൻ കോൾഡ് ഫുഡ് തണുത്ത ഭക്ഷണങ്ങളൊന്നും അവർ കഴിക്കില്ല. കാരണം എപ്പോഴും അവരെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണമാണ് അവരെപ്പോഴും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്. എല്ലാ ദിവസവും നമ്മൾ ഇത്തരത്തിലുള്ള ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കില്ല. ദ ഗ്രേറ്റ് ആർമി ഓഫ് മുംബൈ വർക്കേഴ്സ് ആർ ലെഫ്റ്റ് വിത്ത് ജസ്റ്റ് 2 ഓപ്ഷൻസ്. അതായത് മുംബൈയിലെ ജോലിക്കാരായ ആളുകൾക്ക് മുന്നിൽ പ്രധാനമായിട്ടും 2 ഓപ്ഷൻസാണ് ഉണ്ടായിരുന്നു പറയുകയാണ്. ഏതൊക്കെയാണ്? സ്റ്റാർ വാൾ ത്രൂ ദ വർക്കിംഗ് ഡേ, ആ ഒരു ജോലി ചെയ്യുന്ന ദിവസം മുഴുവൻ പട്ടിണി കിടക്കുക എന്നുള്ളതാണ്. കാരണം നല്ല ഭക്ഷണം കിട്ടണമെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. അതെന്തായാലും ഇപ്പോൾ ഈ തിരക്ക് പിടിച്ച നഗരത്തിൽ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്നും ഈ ഒരു സാൻഡ്വിച്ചോ അല്ലെങ്കിൽ ഈ പറയുന്ന സലാഡോ കഴിക്കാൻ ബുദ്ധിമുട്ടാണ് താനും. അപ്പോൾ ജോലി ചെയ്യുന്ന പകൽ മുഴുവൻ പട്ടിണി കിടക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. അല്ലെങ്കിലോ ഡ്രീം ഓഫ് ഹാവിങ് സമ്മൺ ഡെലിവർ യുവർ ഹോട്ട് ഹോം കുക്ക്ഡ് മീൽ ടു യുവർ ഓഫീസ്. നിങ്ങളുടെ വീട്ടിൽ പാചകം ചെയ്ത ചൂടുള്ള ഭക്ഷണം നിങ്ങളുടെ ഓഫീസിലേക്ക് ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യാണ് ഡെലിവറി ചെയ്യുന്നതായിട്ട് നിങ്ങൾ സ്വപ്നം കാണുക അല്ലേ. അപ്പോൾ 2 ഓപ്ഷനാണ്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പട്ടിണി എടുക്കുക, അല്ലെങ്കിൽ നല്ല ഭക്ഷണം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നിങ്ങൾ ഓഫീസിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് നിങ്ങൾ സ്വപ്നം കാണുക. ബട്ട് ദെൻ മുംബൈ ഈസ് എ സിറ്റി വേർ മെനി ഇമ്പോസിബിൾ ഡ്രീംസ് ഹാവ് ബിക്കം റിയാലിറ്റി. അപ്പോൾ മുംബൈ എന്ന് പറഞ്ഞ ഈ ഒരു പട്ടണത്തിൽ പല അസാധ്യമായ സ്വപ്നങ്ങളും സാക്ഷാത്കരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സത്യമായിട്ട് മാറിയിട്ടുണ്ട്. ആസ് ദിസ് വൺ ഡിഡ്, അത്തരത്തിലൊന്നായിരുന്നു ഇത്. സ്വപ്നമാണെന്ന് വിചാരിച്ചിരുന്ന, ഒരിക്കലും സംഭവിക്കില്ല നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു സ്വപ്നം യാഥാർത്ഥ്യമായത് എൻ്റർ ദ ഡബ്ബാവാലാസ്. ആരുടെ വരവോട് കൂടിയിട്ടാണ്? ഈ ഡബ്ബാവാലാസിൻ്റെ, ഈ ഒരു ടിഫിൻ കാരിയേഴ്സിൻ്റെ വരവോട് കൂടിയിട്ട് ഒരുപാട് ആൾക്കാരുടെ സ്വപ്നങ്ങളാണ് അവിടെ സാക്ഷാത്കരിച്ചതെന്ന് പറയണം. ആസ് ഫോർമർ മുംബൈക്കാർസ്, ഒരു മുൻ മുംബൈക്കാരൻ എന്നുള്ള രീതിയിൽ വി ഹാഡ് സീൻ, ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ദീസ് ഫുഡ് കൊറിയേഴ്സ് ഹസിൽ ഓൺ ബോർഡ് അവർ കമ്മ്യൂട്ടർ ട്രെയിൻസ്. മുംബൈ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് ഓടുന്ന നല്ല തിരക്കുള്ള ട്രെയിൻ ഗതാഗതത്തെയാണ് നമ്മൾ കമ്മ്യൂട്ടർ ട്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കമ്മ്യൂട്ടർ ട്രെയിൻസിനകത്ത് വളരെ വേഗത്തിൽ, ഹസിൽ എന്ന് വെച്ചാൽ തിരക്ക് പിടിച്ചുകൊണ്ട് ഓടുന്ന ഈ ഫുഡ് കൊറിയേഴ്സിനെ, ഈ ഒരു ഡബ്ബാവാലകളെ ഞങ്ങൾ കാണാറുണ്ടെന്ന് എഴുത്തുകാർ പറയണം. റഷ് ഓഫ് അറ്റ് ടെർമിനസ് എന്ന് വെച്ചാൽ സ്റ്റേഷൻ, അതായത് സ്റ്റേഷനുകളിൽ നിന്ന് അവരിങ്ങനെ വേഗത്തിൽ പോകുന്നത് കാണാറുണ്ട്. ആൻഡ് ട്രോട്ട് എന്ന് വെച്ചാലും വേഗത്തിൽ തന്നെയാണ് അർത്ഥം. വളരെ വേഗത്തിൽ മുന്നോട്ട് കുതിക്കാറുണ്ട്. ത്രൂ ക്രൗഡഡ് റോഡ്സ്, നല്ല തിരക്കുള്ള ജനങ്ങൾക്കിടയിലൂടെ, റോഡുകൾക്കിടയിലൂടെ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ കാണാറുണ്ട്. ക്യാരിങ്, അവർ വഹിക്കുന്നത് എന്താണ്? കോഫിൻ സൈസ്ഡ് ക്രേറ്റ്സ് ആണ്. കോഫിൻ എന്ന് വെച്ചാൽ ശവപ്പെട്ടി അല്ലേ, ആ ശവപ്പെട്ടിയുടെ വലിപ്പത്തിലുള്ള ക്രേറ്റ്സ്, ഒരു പലക ഉണ്ടായിരിക്കും. ലാഡൻ, അത് വഹിക്കുന്നുണ്ട് വിത്ത് ലഞ്ചസ്, അതിൻ്റെ മുകളിൽ അവർ ലഞ്ചസ് ഉണ്ടായിരിക്കും. അപ്പോൾ വലിയൊരു പെട്ടിക്കകത്ത്, ഒരു മരത്തിൻ്റെ പെട്ടിക്കകത്ത് അതിൻ്റെ മുകളിൽ ഭക്ഷണങ്ങൾ വെച്ചിട്ട് തിരക്ക് പിടിച്ച മുംബൈ നഗരത്തിലൂടെ ഓടുന്നത് ഞങ്ങൾ കാണാറുണ്ടെന്ന് പറയണം. They were as much as part of the Mumbai scenes as the black cabs with the yellow tops. അതായത് മുംബൈ നഗരത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ടാക്സികളാണ്. പ്രത്യേകിച്ചും മുകളിൽ മഞ്ഞ കലർന്നിട്ട് താഴെ ഭാഗം കറുപ്പ് നിറത്തിലുള്ള ആ ടാക്സികളെ പോലെ തന്നെ മുംബൈ നഗരത്തിൽ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ഈ തിരക്ക് പിടിച്ച് ഓടുന്ന ഡബ്ബാവാലകളായിരുന്നു എന്ന് പറയണം. In the year of 1890, an old Parsi lady in the suburb of Dadar spoke to Madhu Ivaji Bacha. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഡബ്ബാവാലകളുടെ ആ ഒരു സ്റ്റാർട്ടിങ് സമയത്തെ പറ്റിയിട്ടാണ്. 1890 കാലഘട്ടത്തിൽ എൻ ഓൾഡ് പാഴ്സി ലേഡി, ഒരു പ്രായം ചെന്ന ഒരു പാഴ്സി സ്ത്രീ, ഇൻ ദ സബർബ് ഓഫ് ദഡാർ എന്ന് പറയുന്ന മുംബൈ പട്ടണത്തിലുള്ള ഒരു പാഴ്സി ലേഡി സ്പോക്ക് ടു മധു ഇവാജി ബച്ച എന്നൊരാളോട് സംസാരിച്ചു. എന്തിനാണ്? ഷീ വാണ്ടഡ് ഹിം ടു ഹെൽപ്പ്. ഈ മധു ഇവാജി ബച്ചനോട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. എന്ത്? ടു ഹെൽപ്പ്, സഹായിക്കുക. അവളെ സഹായിക്കുക. ടു ഗെറ്റ് എ ടിഫിൻ കാരിയർ അക്രോസ് ടു ഹെർ ഹസ്ബൻഡ് ഹു വർക്ക്ഡ് ഇൻ ദ കൊമേഴ്ഷ്യൽ ഹാർട്ട് ഓഫ് ബോംബെ. അപ്പോൾ ബോംബെ നഗരത്തിൽ ജോലി ചെയ്യുന്ന ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് ടിഫിൻ കാരിയറുമായി കൊണ്ടുപോകാൻ സഹായം അഭ്യർത്ഥിക്കുകയാണ് ആ പാഴ്സി ലേഡി ചെയ്തത്. ഈ ഒരു പാഴ്സി ലേഡി സഹായം അഭ്യർത്ഥിച്ചത് മഹദു ഇവാജി ബച്ച എന്ന് പറഞ്ഞ ആളോടാണ്. അപ്പോൾ ആ മുംബൈ നഗരത്തെ കൊമേഴ്ഷ്യൽ ഹാർട്ട് ഓഫ് ബോംബെ എന്ന് പറയുന്നത് വെച്ചാൽ ആ സമയത്ത് അല്ലേ, ആസ് ദ സിറ്റി വാസ് കോൾഡ് ദെൻ, അന്ന് അങ്ങനെയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് ദ സ്റ്റാർട്ട് ഓഫ് ദ ഡബ്ബാവാലാസ്. അങ്ങനെയാണ് ഡബ്ബാവാലകൾ അവരുടെ ഈ ഒരു തുടക്കം ആരംഭിക്കുന്നതെന്ന് പറയുകയാണ്. ഫ്രം ദോസ് ഹംബിൾ ബിഗിനിങ്സ്, അങ്ങനെ വളരെ ചെറിയ ഒരു തുടക്കത്തിൽ ദിസ് സെൽഫ് മെയ്ഡ് ഇന്ത്യൻ ഓർഗനൈസേഷൻ ഹാസ് ഗ്രോൺ. ഇന്ന് കാണുന്ന ഡബ്ബാവാലകളുടെ ഒരു അവസ്ഥയിലേക്ക് അത് സ്വയം വളരുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇൻ ടു ഹ്യൂജ് നെറ്റ്വർക്ക്, അത് വലിയൊരു നെറ്റ്വർക്കായിട്ട്, ഒരു ശൃംഖലയായിട്ട് മാറി. ഹൂസ് ഇൻക്രെഡിബിൾ എഫിഷ്യൻസി, അവരുടെ ഒരു ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവരുടെ ഒരു എഫിഷ്യൻസി ഹാസ് വോൺ, അത് നേടിയെടുത്തു
എടുത്തിട്ടുണ്ട്. ദ അഡ്മിറേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ് സ്കൂൾ, ഒരുപാട് വിദേശ രാജ്യങ്ങളിലുള്ള ബിസിനസ് പഠിപ്പിക്കുന്ന സ്കൂളുകളടക്കമുള്ള ആളുകൾ ഇവരുടെ ഈ ഒരു കഴിവ് കണ്ടിട്ട് അതിൽ ആരാധന ഉണ്ടായിട്ടുണ്ട് പറയണം. ആൻഡ് ഈവൻ ഓഫ് പ്രിൻസ്, മാത്രമല്ല വലിയ വലിയ ബിസിനസ് സ്കൂളുകൾ മാത്രമല്ല, പ്രിൻസ് അടക്കം. നൗ കിങ്, അന്ന് പ്രിൻസ് ആയിരുന്നു, ഇപ്പോൾ അദ്ദേഹം രാജാവായിട്ടുണ്ട്. അതാരാണ്? ചാൾസ് ഓഫ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ ചാൾസ് രാജകുമാരനടക്കം ഞങ്ങളുടെ ഈ ഒരു കഴിവിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ലോകത്തിലെ തന്നെ ശ്രദ്ധ പിടിച്ച് പറ്റിയിട്ടുള്ള ഒരു വലിയൊരു നെറ്റ്വർക്കായിട്ട് മുംബൈ നഗരത്തിൽ ഈ ഡബ്ബാവാലകൾ വളർന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. 1890 കൂടിയിട്ട് ആരംഭിച്ച ഡബ്ബാവാലകൾ പിന്നീട് മുംബൈ നഗരം കീഴടക്കി എന്നാണ് പറയുന്നത്. ഓൺ എ ഹ്യൂമിഡ് ഡേ ഇൻ മാർച്ച്, അപ്പോൾ മാർച്ച് മാസത്തിൽ നല്ല ചൂടുള്ള ദിവസമാണ്, അപ്പോൾ അന്തരീക്ഷത്തിൽ നല്ല ഈർപ്പം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു മാർച്ച് ദിവസത്തിൽ to the crash of the carrier laden crates called trays being deposited on the pavement. അപ്പോൾ ഒരു ദിവസം മാർച്ച് മാസത്തിൽ ഈ കരിയർ ലേഡൻ ക്രേറ്റ്സ് ഇവരിങ്ങനെ വഹിച്ചു കൊണ്ടുവരുന്ന ആ ഒരു പാത്രങ്ങൾ, അതിനെ വിളിക്കുന്ന പേര് ട്രേസ് എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ട്രേസ് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തർ കൊണ്ടുവരുന്ന ട്രേ, ഓരോ ഡബ്ബാവാലകളും കൊണ്ടുവരുന്ന ട്രേ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യണം. ഇവിടെ ഓൺ ദ പേയ്മെൻറ്റ്, ആ വഴിയിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ദ ക്ലാങ് ഓഫ് ടിഫിൻ കാരിയേഴ്സ് ബീങ് സോർട്ടഡ്, അപ്പോൾ അവരിങ്ങനെ ആ ഒരു ഡബ്ബാവാലകൾ കൊണ്ടുവരുന്ന പാത്രങ്ങൾ ഇങ്ങനെ അടുക്കി വെക്കുമ്പോൾ അതിൻ്റെ ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ട്. അതവർ സോർട്ട് ചെയ്ത് വെക്കുകയാണ്. സോർട്ടഡ് ഔട്ട് ഓഫീസ് വൈസ്, അതിങ്ങനെ ഓരോ ഓഫീസ് വൈസ് ഇന്ന ഓഫീസിലേക്ക് എന്നുള്ള രീതിയിലേക്ക് അതിങ്ങനെ സോർട്ട് ചെയ്ത് വെക്കണം. ആൻഡ് ദ അനൗൺസ്മെൻറ്റ് ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ, അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഒരു അനൗൺസ്മെൻറ്റ് ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ട്. വി സ്പോക്ക് ടു ദ പ്രസിഡൻറ്റ് ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ദ മുംബൈ ടിഫിൻ ബോക്സ് സപ്ലൈസ് അസോസിയേഷൻ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ എഴുത്തുകാരായിട്ടുള്ള ഈ ഞങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്തു, അവിടെ അവരുടെ ഒരു അസോസിയേഷൻ ഉണ്ട്, മുംബൈ ടിഫിൻ ബോക്സ് സപ്ലൈസ് അസോസിയേഷൻ എന്നാണ്. ആ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റും അതിൽ മെമ്പറും ആയ ആളോട് ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ ചോദിച്ചു, എന്താണ്, ഹൗ മെനി ഡബ്ബാവാലാസ് ആർ ദർ ടുഡേ, ഇന്ന് എത്ര ഡബ്ബാവാലകൾ ഉണ്ടെന്ന് ചോദിച്ചു. 3,500 പ്ലൈയിങ് ദ വെസ്റ്റേൺ റെയിൽവേ, അതായത് പടിഞ്ഞാറൻ അപ്പോൾ ഇവർ റെയിൽവേയുടെ ഓരോ സെക്ഷൻ അനുസരിച്ചാണ് ഓരോരുത്തർ ജോലി ചെയ്യുന്നത്. അപ്പോൾ പടിഞ്ഞാറൻ റെയിൽവേ മേഖലയിൽ 3,500 ആൾക്കാരുണ്ട്. 1,500 ഓൺ ദ സെൻട്രൽ റെയിൽവേ, സെൻട്രൽ റെയിൽവേയുടെ ഭാഗത്ത് 1,500 ആൾക്കാരുണ്ട്. ദിസ് സ്റ്റേഷൻ, അതായത് ഈ ഒരു സ്റ്റേഷൻ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്റ്റേഷൻ എന്ന് പറയുന്നത് ചർച്ച് ഗേറ്റ് ആണ്. ഈസ് ഓൺ ദ വെസ്റ്റേൺ റെയിൽവേ, ഇത് വെസ്റ്റേൺ റെയിൽവേയുടെ ഭാഗമായിട്ട് വരുമെന്ന് പറയണം. വി ഹാവ് 2 lakh കസ്റ്റമേഴ്സ്, ഞങ്ങൾക്ക് 2 ലക്ഷത്തിലധികം കസ്റ്റമേഴ്സ് ഉണ്ട്. ആൻഡ് ദേ ആർ ഗ്രോയിങ്, അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക എന്ന് പറയണം. റിയലി ഇൻ സ്പൈറ്റ് ഓഫ് ഫാസ്റ്റ് ഫുഡ് ഈറ്ററീസ്, റിയലി ശരിക്കും ഇവർക്ക് അത്ഭുതം കൊണ്ട് ഇവരിങ്ങനെ ചോദിക്കുകയാണ്, ശരിക്കും അങ്ങനെ തന്നെയാണോ? ഇൻസ്പൈറ്റ് ഓഫ് ഫാസ്റ്റ് ഫുഡ് ഈറ്ററീസ്, ഇത്തരത്തിലുള്ള ഫാസ്റ്റ് ഫുഡ് ഈറ്ററീസ് ഭക്ഷണശാലകൾ മുംബൈ നഗരത്തിൽ ഉണ്ടായിട്ടും വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരുന്ന ഓഫീസേഴ്സ് തന്നെയാണ് എപ്പോഴും ഉള്ളതെന്നുള്ള ആശ്ചര്യത്തോടു കൂടി ഇവർ ചോദിക്കുകയാണ്. യു കാൺ ലിവ് ഓൺ ഫാസ്റ്റ് ഫുഡ്, നിങ്ങൾക്ക് ഒരിക്കലും ഫാസ്റ്റ് ഫുഡ് കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് ആ അസോസിയേഷൻ്റെ പ്രസിഡന്റ് പറയുന്നത്. കാരണം എന്നും ഫാസ്റ്റ് ഫുഡ് കഴിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. വാട്ട് ടൈം ഡു യു പിക്ക് അപ്പ് ദ ഫുഡ്, അപ്പോൾ ഞങ്ങൾ അടുത്ത ചോദ്യം ചോദിച്ചു, നിങ്ങൾ എപ്പോഴാണ് ഫുഡ് ഓരോ വീടുകളിൽ പോയിട്ട് കളക്ട് ചെയ്യാമെന്ന് ചോദിച്ചു. ദ ഏർലിയസ്റ്റ് ഈസ് 8 in the morning, ഏറ്റവും രാവിലെ എന്ന് പറയുന്ന സമയം 8 മണിയാണ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് റെഡി, ഇനി ഞങ്ങൾ ഭക്ഷണം കളക്ട് ചെയ്യാൻ വേണ്ടി വീടുകളിൽ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിൽ എത്തുന്ന സമയത്തോ അത് റെഡി ആയിട്ടില്ലെങ്കിൽ വി ലീവ്, ഞങ്ങൾ തിരിച്ചു പോരും. ബട്ട് വി ഗിവ് ദാറ്റ് കസ്റ്റമർ 1 more ചാൻസ്, ആ കസ്റ്റമർക്ക് ഞങ്ങൾ രണ്ടാമതൊരു ചാൻസ് കൂടി കൊടുക്കും. ദ നെക്സ്റ്റ് ടൈം ഇറ്റ് ഈസ് ഡിലേഡ്, ഇനി അടുത്ത തവണ ഡിലേഡ് ആണെങ്കിൽ വി റിമൂവ് ദം ഫ്രം അവർ ലിസ്റ്റ്, ഞങ്ങൾ അവരെ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യും. വി ഡെലിവർ ടു ദ ഓഫീസ് ബൈ 1 PM ഷാർപ്പ് ഓർ ഏർലിയർ, പിന്നെ ഞങ്ങൾ ഈ രാവിലെ 8 മണി സമയത്ത് കൊണ്ടുവരുന്ന ഈ ഒരു ഭക്ഷണം അവരുടെ ഓഫീസിൽ എത്തിക്കുന്ന സമയം ഒന്നുമില്ലെങ്കിൽ 1 മണിക്ക് മുമ്പ് അല്ലെങ്കിൽ 1 മണിയുടെ സമയത്തായിരിക്കും ഞങ്ങൾ ഓഫീസിൽ ഡെലിവർ ചെയ്യുക. വി കളക്ട് ബൈ 2 PM, പിന്നീട് ഞങ്ങൾ ആ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുവന്ന പാത്രം കളക്ട് ചെയ്യാനായിട്ട് 2 മണിക്ക് ഓഫീസിൽ ചെല്ലും. ഇഫ് ലേറ്റ് വി ലീവ് അഗൈൻ, അവിടെയും അവർ ഭക്ഷണം കഴിച്ച് അത് പാത്രം കഴുകാനോ അല്ലെങ്കിൽ അടുക്കി വെക്കാനോ സമയം കിട്ടില്ലെങ്കിൽ ഞങ്ങൾ പിന്നീട് വരും, അഗെയിൻ ഒരിക്കൽ കൂടി വരും. ഓൺലി 1 more ചാൻസ്, അവിടെയും ഒരു ചാൻസ് കൂടി കൊടുക്കും. വി ഡെലിവർ എംപ്റ്റി ടിഫിൻ ബോക്സസ് ടു കസ്റ്റമേഴ്സ് ബൈ 5:30 in the evening, അങ്ങനെ വൈകുന്നേരം 5:30 മണിക്ക് അവരുടെ ടിഫിൻ ബോക്സുകൾ കസ്റ്റമേഴ്സിൻ്റെ വീട്ടിൽ എത്തിച്ചു കൊടുക്കും. ലേറ്റസ്റ്റ് വി ചാർജ് അബൌട്ട് ₹500 per customer every month, ഏറ്റവും പുതുതായിട്ട് ഞങ്ങൾ ഒരു കസ്റ്റമർ എടുത്തുന്ന ഒരു മാസം ഞങ്ങൾ ഈടാക്കുന്ന തുക എന്ന് പറയുന്നത് 500 രൂപയാണ്. അനദർ മെമ്പർ ചിംഡിൻ, അപ്പോൾ ഞങ്ങളെന്ന് വെച്ചാൽ ഇവിടെ നരേറ്റർ, ഭാര്യയും ഭർത്താവുള്ള നരേറ്റേഴ്സാണ്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ വേറൊരാൾ അതിനിടയിൽ കയറി സംസാരിക്കണം. ഒരു മെമ്പറാണ് ഈ ടിഫിൻ ബോക്സ് സപ്ലൈസ് അസോസിയേഷൻ്റെ മെമ്പറിൽ ഒരാൾ അതിനിടയിൽ കയറി സംസാരിച്ചത്. ഐ കളക്ട് ടിഫിൻ കാരിയേഴ്സ് ഫ്രം 20 flats ഇൻ അന്തേരി, ദാറ്റ്സ് സോ ഫാർ അവേ, അതായത് ഞാൻ ഈ അന്തേരി എന്ന് പറയുന്ന ആ ഒരു നഗരത്തിൽ നിന്ന് 20 ഫ്ലാറ്റുകളിൽ നിന്നാണ് ഞാൻ ടിഫിൻ ബോക്സ് കളക്ട് ചെയ്യുന്നത്, അതും കുറേ ദൂരെയാണെന്ന് പറയണം. അപ്പോൾ ഹൗ മെനി ഫിറ്റ് ഇൻ ടു എ ട്രേ, അപ്പോൾ ഒരു ട്രേക്കകത്ത് നീളത്തിലുള്ളൊരു പലക പോലെ കാണുന്ന ട്രേ ഇല്ലേ, ആ ട്രേക്കകത്ത് നിങ്ങൾ എത്ര ഫിറ്റ് ചെയ്യും അല്ലെങ്കിൽ എത്ര കൊണ്ടുവരും എന്ന് ചോദിച്ചു, എത്ര ടിഫിൻ ബോക്സ് കൊണ്ടുവരും എന്ന് ചോദിച്ചു.
40 to 45 ഒരു 40-45 ടിഫിൻ ബോക്സുകൾ ഒരു ട്രേക്കകത്തുണ്ടാവുമെന്ന് പറയണം. എ ലാഡൻ ട്രേ വെയ്റ്റ് 85 to 100 kilos. അപ്പോൾ ഏകദേശം ഒരു മരത്തിൻ്റെ പോലത്തെ ഒരു പലകയാണ്. അതിന് ഏകദേശം ആ ഒരു ഭാരം എല്ലാം കൂടി കൂടിയിട്ട് ഒരു 85-100 കിലോ വരെ ഉണ്ടായിരിക്കും ഞങ്ങളുടെ ടിഫിൻ ബോക്സിൻ്റെ ഒക്കെ ഭാരം എന്ന് പറയുന്നു. And there are 5 changing points where we offload the trays from the train. അപ്പോൾ ഓരോ ട്രെയിനിൽ നിന്ന് മറ്റൊരു ട്രെയിനിലേക്ക് ഇങ്ങനെ മാറ്റി കയറ്റി അയക്കണം. അങ്ങനെ ഞങ്ങൾക്ക് ചേഞ്ചിങ് പോയിന്റുകളായിട്ട് 5 ഉണ്ടെന്ന് പറയുന്നത്. 5 ചേഞ്ചിങ് പോയിന്റുകൾ ഞങ്ങൾ ഇത്തരത്തിൽ ട്രേകൾ മാറ്റി അയക്കുമെന്ന് പറയണം. ചേഞ്ച് ദം ഇൻ ടു അതർ ട്രേസ്. അപ്പോൾ ഒരു ട്രെയിൻ എടുത്ത് വേറെ ട്രെയിലേക്ക് ഞങ്ങൾ മാറ്റും. ആൻഡ് ദെൻ ചേഞ്ച് ദം അഗൈൻ. പിന്നീട് അവിടുന്ന് വേറെ ട്രെയിലേക്ക് മാറ്റും. അങ്ങനെ മാറിയിട്ടാണ് ഓരോ സ്ഥലത്തേക്ക് എത്തുക. അതായത് ഇപ്പോൾ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ഓരോ ലെറ്ററും നമ്മൾ ഓരോ കറക്റ്റ് പിൻകോഡിലേക്ക് അയക്കില്ല. അതേപോലെ തന്നെ ഇങ്ങനെ സോർട്ട് ചെയ്തിട്ടാണ് പോവുക. ഇറ്റ് ഹാസ് ഓൾ ടു ബി ഡൺ വെരി ഫാസ്റ്റ്. ഇതൊക്കെ വളരെ വേഗത്തിൽ നടക്കുന്നതാണ്. വെരി ആക്യുറേറ്റ്ലി, വളരെ വ്യക്തമായിട്ട്, വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഞങ്ങൾ ചെയ്യുന്നതാണ്. അത് തെറ്റ് പറ്റാറില്ല എന്ന് പറയണം. ഹൗ ഡു യു നോ വിച്ച് ടിഫിൻ കാരിയർ ഗോസ് ഇൻ ടു വിച്ച് ട്രേ? അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഓരോ ടിഫിൻ കാരിയറും ഏത് ട്രേക്കകത്താണെന്നൊക്കെ എങ്ങനെ തിരിച്ചറിയാം, നിങ്ങൾക്ക് മാറിപ്പോയില്ലേ എന്നൊക്കെ നമ്മുടെ നരേറ്റേഴ്സ്, നമ്മുടെ എഴുത്തുകാർ ചോദിക്കുകയാണ്. വി ഹാവ് ആൽഫ ന്യൂമറിക്കൽ മാർക്കിങ്സ് ഓൺ എവറി ടിഫിൻ കാരിയർ ഇൻഡിക്കേറ്റിംഗ് ദ ലൊക്കേഷൻ ഓഫ് ദാറ്റ് ഫ്ലാറ്റ്. അപ്പോൾ ഈ ഡബ്ബാവാലയുടെ സെക്രട്ടറി പറയുകയാണ്, ഞങ്ങളുടെ ഈ ഒരു ഡബ്ബാവാല സിസ്റ്റം പ്രവർത്തിക്കുന്നത് ഒരു ആൽഫ ന്യൂമറിക്കൽ മാർക്കിങ്സ് ഉണ്ട്. അതിനകത്ത് ഓരോ ടിഫിൻ ബോക്സിനകത്തും ഓരോ നമ്പറും പ്ലസ് അതിനകത്ത് ഒരു ന്യൂമറിക്കൽ മാത്രമുള്ള ഒരു ആൽഫ കോഡിങ്ങും ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ A01 എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു ആൽഫ ന്യൂമറിക്കൽ മാർക്കിങ്സ് ഉണ്ടായിരിക്കും. അത് നോക്കിയിട്ടാണ് നമുക്ക് ലൊക്കേഷനും അത് ഏത് ഫ്ലാറ്റാണെന്നൊക്കെ കണ്ടെത്താൻ പറ്റുമെന്ന് പറയണം. ഇപ്പോൾ നമ്മൾ പിൻകോഡ് പറയുന്ന പോലെ തന്നെ ഓരോ നമ്പർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇന്ന ഫ്ലാറ്റിലത്തെയാണ് ഇന്ന ലൊക്കേഷനാണെന്ന് കണ്ടെത്താൻ പറ്റും. ദ ചേഞ്ചിങ് പോയിൻറ്റ്സ്, ദ ഡെലിവറി പോയിൻറ്റ്സ്, ദ ഡബ്ബാവാലാസ് ഇൻവോൾവ്, ഇതൊക്കെ അവർ നോക്കിയിട്ടാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് പറയണം. ഹു വർക്ക്ഡ് ഔട്ട് ദിസ് സിസ്റ്റം ഫോർ യു? അപ്പോൾ ചോദിച്ചു, ഈ സിസ്റ്റം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തന്നത് ആരാണ്, അല്ലെങ്കിൽ ശരിയാക്കി തന്നത് ആരാന്ന് ചോദിച്ചു. അപ്പോൾ ആ ഡബ്ബാവാലകളുടെ പ്രസിഡൻ്റായിട്ടുള്ള ആളുകൾ അവർ പറയാണ്, വി ഡിഡ്, ഞങ്ങൾ സ്വയം ചെയ്തുണ്ടാക്കിയതാണ്. ക്യാൻ യുവർ MBAs ഡു ഇറ്റ്? ഈ ഡബ്ബാവാലകളുടെ പ്രസിഡന്റ് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഈ MBAക്കാർക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന, കോളേജുകളിൽ പഠിപ്പിച്ച് പുറത്തിറങ്ങുന്ന MBAക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. നെവർ, പറ്റില്ല. കാരണം ഇൻഫാക്റ്റ് സത്യം എന്താ വെച്ചാൽ ദേ ഹാവ് ഓഫൺ ആസ്ക്ഡ് അസ്, അവർ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ടു എക്സ്പ്ലെയിൻ ഇറ്റ് ടു ദം, അവർക്കിത് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി അവർ ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് പോലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറയാണ്. ഇവൻ പ്രിൻസ് ചാൾസ് ഡിഡ്, ഈ MBAക്കാരോ അല്ലെങ്കിൽ സ്കൂളുകളോ മാത്രമല്ല, ഈവൻ പ്രിൻസ് ചാൾസ് ഡിഡ്, അതായത് രാജകുമാരനായിട്ടുള്ള ചാൾസ് അടക്കം ഇത്തരം കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വി സെൻഡ് ഹിം എ പ്രസൻറ്റ് ഫോർ ഈസ് വെഡ്ഡിങ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കല്യാണത്തിനായിട്ട്, ചാൾസ് രാജകുമാരൻ്റെ കല്യാണത്തിനായിട്ട് ഞങ്ങൾ പ്രസൻറ്റ് വരെ കൊടുത്തയച്ചിട്ടുണ്ട്. ആൻഡ് വി ഹാവ് എ ലെറ്റർ ഫ്രം ഹിം ടു പ്രൂവ് ഇറ്റ്, ഞങ്ങളുടെ കയ്യിൽ ലെറ്റർ ഉണ്ട്, വേണമെങ്കിൽ തെളിയിക്കാം അല്ലേ. അവർ സിസ്റ്റം ഈസ് ഫ്ലോവ്ലെസ്, ഞങ്ങളുടെ സിസ്റ്റം എന്ന് പറയുന്നത് കുറ്റമറ്റതാണ്. കാരണം ചാൾസ് രാജകുമാരനടക്കം വിദേശ രാജ്യങ്ങളിലെ വലിയ വലിയ ബിസിനസ് സ്കൂളുകളടക്കം ഞങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഞങ്ങളുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഫ്ലോവ്ലെസ് ആണ്. അതായത് ഞങ്ങളുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഫ്ലോവ്ലെസ് ആണ്, കുറ്റമറ്റതാണ്, ഒരു കുറ്റവും അതിനകത്ത് പറയാനില്ല എന്ന് പറയണം. ഹൗ ഓൾഡ് ഈസ് ദ ഓൾഡസ്റ്റ് ഡബ്ബാവാല? അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങളുടെ ഡബ്ബാവാലകളിൽ ഏറ്റവും കൂടുതൽ പ്രായം കൂടിയത് ആർക്കാന്ന് ചോദിച്ചു. ദാറ്റ്സ് ബിക്കാജി, അത് ബിക്കാജിയാണ്. ഹി ഈസ് 74 years ഓൾഡ്, അദ്ദേഹത്തിന് 74 വയസ്സായിട്ടുണ്ട്. ആൻഡ് ഹി ഈസ് ബീൻ വർക്കിംഗ് ഫോർ 15 years, കഴിഞ്ഞ 50 വർഷമായിട്ട് അദ്ദേഹം ഈ ഡബ്ബാവാല എന്ന് പറയുന്ന സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ദ യങ്ങസ്റ്റ് ഈസ് 21, ഏറ്റവും ചെറിയ ഡബ്ബാവാലയുടെ പ്രായം എന്ന് പറയുന്നത് 21. അപ്പോൾ ഏറ്റവും പ്രായം കൂടിയ ഡബ്ബാവാലയുടെ പ്രായം 74, ഏറ്റവും പ്രായം കുറഞ്ഞ ഡബ്ബാവാലയുടെ പ്രായം 21. We watched fascinated as the trays arrived and were sorted out into hand-drawn carts, cycles, and even festooned like multiple garlands around the necks and shoulders of delivery dabbawalas. വി വാച്ച്ഡ്, ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുകയാണ് അവരെ ഡബ്ബാവാലകളെ. ഫാസിനേറ്റഡ്, വളരെ അത്ഭുതത്തോട് കൂടിയിട്ട്. ആസ് ദ ട്രേസ് അറൈവ്ഡ്, ഓരോ ട്രേകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് വേർ സോർട്ടഡ് ഔട്ട് ഇൻ ടു ഹാൻഡ് ഡ്രോൺ കാർഡ്സ്, അത് ഓരോ കാർട്ടുകളിലോട്ടായിട്ട് അവർ കൃത്യമായിട്ട് സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്. കാർട്ടുകൾ മാത്രമല്ല, സൈക്കിളുകളുണ്ട്. ആൻഡ് ഈവൻ ഫെസ്റ്റൂൺ ലൈക്ക് മൾട്ടിപ്പിൾ ഗാർലൈൻസ്, ഫെസ്റ്റൂൺ എന്ന് വെച്ചാൽ മാല പോലെ, ആഭരണം പോലെ, ലൈക്ക് മൾട്ടിപ്പിൾ ഗാർലൈൻസ്, ഒരുപാട് മാലകൾ. അപ്പോൾ ഫെസ്റ്റൂൺ എന്ന് വെച്ചാൽ ഒരു ആഭരണം അല്ലേ, ഗാർലൈൻസ് വെച്ചാൽ കഴുത്തിലണിയുന്ന മാല പോലെ. അപ്പോൾ കഴുത്തിൽ മാല അണിയുന്ന പോലെ ഓരോരുത്തരുടെയും കഴുത്തിലൂടെ ഇത്തരത്തിലുള്ള ഡബ്ബാവാലകൾ ടിഫിൻ കാരിയേഴ്സ് ഇങ്ങനെ വഹിക്കുന്നത് കാണാൻ പറ്റുമെന്ന് പറയാണ്. അറൗണ്ട് ദ നെക്സ്, അവരുടെ കഴുത്തിന് ചുറ്റും. ആൻഡ് ഷോൾഡേഴ്സ് ഓഫ് ഡെലിവറി ഡബ്ബാവാലാസ്, ഈ ഡബ്ബാവാലകളുടെ ഷോൾഡറിനകത്തും കഴുത്തിനകത്തും ഒക്കെ ഇത്തരത്തിലുള്ള മാല പോലെ ഈ പാത്രങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റുമെന്ന് പറയാണ്. വി ലേൺഡ് ദാറ്റ്, ഞങ്ങളൊക്കെ മനസ്സിലാക്കി, ആൾ ഡബ്ബാവാലാസ് ആർ പുട്ട് ത്രൂ റിഗറസ് ട്രെയിനിങ്, എല്ലാ ഡബ്ബാവാലകൾക്കും വളരെ
ബുദ്ധിമുട്ടുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. ബിക്കോസ് ദേ ഹാവ് ടു ഡീൽ കോർട്ടിയസ്ലി വിത്ത് കസ്റ്റമേഴ്സ് ആൻഡ് സോ. അപ്പോൾ അവർ എല്ലാ കസ്റ്റമേഴ്സിനോടും വളരെ മര്യാദയോട് കൂടിയിട്ട് അവർ പെരുമാറുന്നത്, ഡീൽ ചെയ്യുന്നത്. കനോട്ട് ബി അൺകോത്ത്. ഒരിക്കലും അവരോട് തട്ടിക്കയറാനോ മുഷിപ്പായിട്ട് സംസാരിക്കാനോ മോശമായിട്ട് സംസാരിക്കാനോ കഴിയില്ല. അൺകോത്ത് എന്ന് വെച്ചാൽ മോശമായിട്ട് സംസാരിക്കുക. ഓർ ഡ്രങ്ക്, കള്ള് കുടിച്ചിട്ട് സാധനം ഡെലിവറി ചെയ്യാനോ പറ്റില്ല. മോർ ഓവർ, കൂടാതെ ഇഫ് ദേ ഫോർഗെറ്റ് ടു വെയർ ദെയർ ഡിസ്റ്റിങ്വിഷിങ് വൈറ്റ് ക്യാപ്സ്. അവർ ഈ ഭക്ഷണങ്ങളൊക്കെ ഡെലിവറി ചെയ്യുന്ന സമയത്തൊക്കെ അവർ ധരിക്കേണ്ട ഒരു വെള്ള തൊപ്പിയുണ്ട്. അത് ധരിച്ചിട്ടില്ലെങ്കിൽ ദേ ആർ ഇനീഷ്യലി ഫൈൻഡ്. തുടക്കത്തിലാണെങ്കിൽ ആദ്യം ഒരു ഫൈന് ഈടാക്കും ഫോർ ദ ഫസ്റ്റ് ഒഫൻസ്, ആദ്യം എന്നുള്ള രീതിയിൽ. ആൻഡ് ദെൻ റിമൂവ്ഡ്. രണ്ടാമതും അതേപോലെ ആ ഒരു തെറ്റ് ആവർത്തിക്കുകയാണെങ്കിൽ, അപ്പോൾ ഇത്തരത്തിൽ അവരുടെ ജോലി സമയത്ത് അവർ ആ വെള്ളത്തൊപ്പി ധരിച്ചിട്ടില്ലെങ്കിൽ ആദ്യം ഒരു ഫൈനായിരിക്കും, പിന്നീടും അത് റിപ്പീറ്റ് വരികയാണെങ്കിൽ അതെന്ത് ചെയ്യും, റിമൂവ്ഡ് ഫ്രം ദ അസോസിയേഷൻ, അവരുടെ അസോസിയേഷൻ അവർ പുറത്താക്കും. ഇഫ് ഇറ്റ് ഷുഡ് ഹാപ്പൺ അഗെയിൻ, പിന്നെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എന്ന് പറയണം. ദേ റൺ എ വെരി ടൈറ്റ്ലി കൺട്രോൾഡ് ഡിസിപ്ലിൻഡ് ഓർഗനൈസേഷൻ. അവർ വളരെ കൃത്യതയുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അവർ കൊണ്ട് നടക്കുന്നുണ്ടെന്ന് പറയുകയാണ്. വി ലെഫ്റ്റ് ദ ഡബ്ബവാലാസ് ടു ഗെറ്റ് ഓൺ വിത്ത് ദെയർ ഷെഡ്യൂൾസ്. അപ്പോൾ ഡബ്ബവാലകൾ അവരുടെ ഷെഡ്യൂളായിട്ട് പറഞ്ഞു അയച്ചുകൊണ്ട് വാക്ക് ഡെക്രോസ്, ഞങ്ങൾ പിന്നീട് നടക്കുന്നത് എവിടേക്കാണ്, ടു ദ ടീ സെൻറ്റർ ഫോർ അവർ ഓൺ ലഞ്ചിനായിട്ട് ഞങ്ങൾ ടീ സെൻറ്ററിലേക്ക് നടക്കുകയാണ്. ഇൻ ദ ലോബി, അവിടെ ലോബിയിലെത്തിയ സമയത്ത് നെക്സ്റ്റ് ടു ദ ലിഫ്റ്റ് തൊട്ടടുത്തായിട്ട് വി നോട്ടീസ്ഡ്, ഞങ്ങൾ ശ്രദ്ധിച്ചു, ഡബ്ബ അണ്ടർ എ ട്രസിൽ ടേബിൾ. ആ ഒരു ടേബിളിന് താഴെ ഒരു ഡബ്ബ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. വെച്ചാൽ ഈ ഭക്ഷണം കൊണ്ടുപോകുന്ന പാത്രം അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ദ ഗാർഡ് ടോൾഡ് us, ആ ഗാർഡ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, ഇറ്റ് ബിലോങ് ടു സമ്മൺ ഇൻ ദ ടെക്സ്റ്റൈൽസ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓൺ അപ്പർ ഫ്ലോർ. മുകളിലത്തെ നിലയിലെ ടെക്സ്റ്റൈൽസ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഉണ്ട്, അവിടുത്തെ ആരെങ്കിലും ലഞ്ച് ബോക്സ് ആയിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ അവരാരോ ഡബ്ബാവാലനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. വി വെൻ്റ് അപ്പ്, ഞങ്ങൾ മുകളിലെത്തി. ആൻഡ് മെറ്റ് EL പോലോ, അങ്ങനെ അവിടെയുള്ള EL പോലോ എന്ന് പറഞ്ഞ ആളെ ഞങ്ങൾ പരിചയപ്പെട്ടു. ഡയറക്ടർ ആൻഡ് സെക്രട്ടറി ഓഫ് ദ കൗൺസിൽ, ആ കൗൺസിലിൻ്റെ ഡയറക്ടറും സെക്രട്ടറിയാണ്. ലീവ്സ് ഇൻ ദ സബോബ്സ് ഓൺ മിറാർ റോഡ്. അപ്പോൾ മിറാർ റോഡിൽ അദ്ദേഹം കുറേ ആയിട്ട് ജീവിക്കുന്നുണ്ട്. ആൻഡ് ഹി ഹാഡ് ബീൻ ഡീലിംഗ് വിത്ത് ദ ഡബ്ബാവാലാസ് ഫോർ 10 years. കഴിഞ്ഞ 10 വർഷമായിട്ട് ഡബ്ബാവാലകളായിട്ട് ഡീലിംഗ് അദ്ദേഹത്തിനുണ്ട്. ഹി ടോൾഡ് us, അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, ദാറ്റ് ദേ പിക്ക് അപ്പ് ഹിസ് ടിഫിൻ കാരിയർ അറ്റ് 8 every morning. എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് കൃത്യമായിട്ട് അവരെ വീട്ടിൽ നിന്ന് അവരുടെ ഈ പറയുന്ന ടിഫിന് കൃത്യമായിട്ട് കളക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുകയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട്. ഇൻ ഓൾ ദീസ് 10 years, ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു, ദേ ഹാവ് നെവർ മിസ്ഡ്, ഒരിക്കൽ പോലും അവർ മിസ് ചെയ്തിട്ടില്ല. ഇറ്റ്സ് എ വണ്ടർഫുൾ സർവീസ്, വെരി റിലയബിൾ, വളരെ വിശ്വാസയോഗ്യമായിട്ടുള്ള വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സർവീസാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് പോലും ഒരു ദിവസം പോലും അവർക്ക് സമയത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഷെഡ്യൂളിൽ മാറ്റം വരുത്തിയിട്ടില്ല. കൃത്യമായിട്ട് അത് അവർ അനുഗമിച്ച് പോരുന്നുണ്ടെന്ന് പറയണം. സച്ച് എ കമൻറ്റ് ഫ്രം എ സീനിയർ എക്സിക്യൂട്ടീവ്, അത്രയും പ്രായം ചെന്ന ഒരു സീനിയർ എക്സിക്യൂട്ടീവിൻ്റെ കയ്യിൽ നിന്നാണ് ഇത്തരത്തിലൊരു കമൻറ്റ് കിട്ടുന്നത്. ഹു ഹാസ് ടു മെയിൻറ്റെയിൻ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. അവർ ഈ പറയുന്ന ഡബ്ബാവാലകൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ഈസ് ഇൻഡീഡ് എ ഗ്രേറ്റ് എൻഡോഴ്സ്മെൻറ്റ്, അത് തികച്ചും അഭിനന്ദനം അറിയിക്കുന്ന ഒന്ന് തന്നെയാണ്. കാരണം ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഈ ഒരു സിസ്റ്റം വളരെ വൃത്തിയിൽ വളരെ കൃത്യമായിട്ടും അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഡബ്ബാവാലകളുടെ കഴിവിനെ ലോകം മുഴുവൻ ആദരിക്കുന്നുണ്ടെന്ന് പറയണം. This is particularly commendable when it is applied to a network as wide-ranging and entirely grassroots generated as Mumbai's unique Dabbawalas. ദിസ് ഈസ് എ പർട്ടിക്കുലർലി കമൻറ്റബിൾ, ഇത് തികച്ചും അഭിനന്ദനം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. വെൻ ഇറ്റ് ഈസ് അപ്ലൈഡ് ടു എ നെറ്റ്വർക്ക്, ഇതൊരു നെറ്റ്വർക്കായിട്ട് അപ്ലൈഡ് ചെയ്തില്ലേ, ആസ് വൈഡ് റേഞ്ചിങ് ആൻഡ് സെൻറ്റർലി ഗ്രാസ് റൂട്ട് ജനറേറ്റഡ് ആസ് മുംബൈസ് യൂണിക് ഡബ്ബാവാലാസ് അല്ലേ. മുംബൈയിലെ ആ അതുല്യമായുള്ള ഡബ്ബാവാലകൾ അവർ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ആ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എല്ലാവരുടെയും അഭിനന്ദനം അർഹിക്കുന്ന ഒന്നായിട്ട് മാറി എന്ന് പറയുകയാണ്. ആൻഡ് ഇഫ് യു വാണ്ട് അനദർ എൻഡോഴ്സ്മെൻറ്റ്, ഇപ്പോൾ ഞങ്ങൾ അംഗീകാരത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആസ്ക് പ്രിൻസ് ചാൾസ്, നിങ്ങൾക്ക് ചാൾസ് പ്രിൻസിനോട് ചോദിക്കാം. അന്ന് പ്രിൻസായിരുന്നു, ഇപ്പോൾ അദ്ദേഹം കിങ്ങായി മാറിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ രാജാവടക്കം ഞങ്ങളുടെ കഴിവിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. വിദേശത്തുള്ള പല ബിസിനസ് സ്കൂളുകളും ഞങ്ങളുടെ കഴിവിനെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് എവിടെയും തെറ്റാതെ കൃത്യമായിട്ട് എല്ലാവർക്കും അവരുടെ ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുന്ന ഡബ്ബാവാലകളുടെ ചരിത്രം നമുക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല. അത് മുംബൈ നഗരത്തിന് മാത്രം അർഹതപ്പെട്ടതാണ്. അപ്പോൾ മുംബൈ നഗരത്തിൻ്റെ അതുല്യമായിട്ട് നിൽക്കുന്ന ഈ ഒരു ഡബ്ബാവാലകളുടെ വിജയത്തെ പറ്റിയിട്ടാണ്, വിജയഗാഥയെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു പാഠഭാഗം, ദ സാഗ ഓഫ് ദ ടിഫിൻ കാരിയേഴ്സ്.